ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം അഷ്ടമശനി, ജന്മശനി അല്ലെങ്കിൽ ഏഴര ശനി. അല്ലെ, എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു പരിഹാരം എന്താണ്, ഒരു ശ്ലോകം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും നമുക്ക് നല്ല ലക്ഷ്മി കടാക്ഷം ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം എന്നൊക്കെ അല്ലേ. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു 6 പോയിന്റ് നമ്മുടെ ശാസ്ത്രത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പലരും ചെയ്യുന്നതായിരിക്കും, കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈകൾ നോക്കിയിട്ട് നമ്മൾ ജപിക്കാറുണ്ട് അല്ലേ. അപ്പം ആ ഒരു മന്ത്രം അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളം കൈയിലേക്ക് ഒരു 2 മിനിറ്റ് നന്നായി കൈ നിവർത്തി വെച്ച് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ സ്നാനം. അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മളത് തുടയ്ക്കേണ്ടത് എന്ന് പറയുന്നത് മുതുകായിരിക്കണം തുടച്ച് വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് ശിരസിലേക്കും മുഖത്തിലേക്കും ഒക്കെ പോകാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം. 3 എന്ന് പറയുന്നത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കുടുംബത്തിലെ സ്ത്രീകളുടെ കണ്ണുനീര് വീഴരുത്. അങ്ങനെ വീഴുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സ്ത്രീകളുടെ കണ്ണുനീര് കുടുംബത്തിൽ ഒരിക്കലും വീഴരുത്. അതുപോലെ തന്നെ ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പാല്, തൈര്, മോര്, അതുപോലെ ഉപ്പ് ഇതുപോലെയുള്ള വസ്തുക്കൾ ദാനം ചെയ്യരുത്. അതും നമ്മുടെ ഐശ്വര്യത്തിന് കുറവുണ്ടാവും അങ്ങനെ ദാനം ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഈ 2 ദിവസം അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. പിന്നെന്ന് പറയുന്നത്, അമാവാസി വരും എല്ലാ മാസവും. അപ്പോൾ ആ അമാവാസി ദിവസം എന്ന് പറയുന്നത് അകത്ത് കീര പശുക്കൾക്ക് ദാനം ചെയ്യുന്നത്, പശുക്കൾക്ക് കൊടുക്കുന്നത്, ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചു പോരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യം നിറയുന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. കലി നാശം അതന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ശനീശ്വരൻ, ശനി വരുന്നു എന്ന് പറയുമ്പോഴും ആ കലി എന്ന് പറയുന്ന പദവും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ജന്മശനി, അഷ്ടമശനി പോലെയുള്ള ആ സമയങ്ങൾ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന് നമ്മളൊരു ചെറിയ കഥയിലൂടെ പോവാം. എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. നള ദമയന്തിയെക്കുറിച്ച്, അവരെക്കുറിച്ച് അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആരാണ് നളൻ? നിഷാദ രാജാവാണ് നളൻ. വിദർഭ രാജകുമാരിയാണ് ദമയന്തി. പാതിവൃത്യത്തിൻ്റെ ഉത്തമ ഉദാഹരണം പുരാണത്തിൽ പറയുന്നത്, മഹാഭാരതം ഒക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും ദമയന്തിയുടെ പാതിവൃത്യ കഥ. അപ്പോൾ നമുക്ക് ആ ഒരു കഥയിലൂടെ കുറച്ച് നേരം സഞ്ചരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രാജാവ് നളൻ എന്ന് പറയുന്നത് വളരെ ആർച്ചറിയിലൊക്കെ, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, അങ്ങനെ ഒരു സകലകലാ വല്ലഭനാണ്. നല്ല കുതിര മത്സരം, ഓട്ട മത്സരമാണെങ്കിലും അതുപോലെ തന്നെ ശസ്ത്രവിദ്യകളിലൊക്കെ ആണെങ്കിലും വളരെ പ്രാഗൽഭ്യമുള്ള ഒരു രാജാവാണ്. അപ്പം എല്ലാവർക്കും ആഗ്രഹമാണ് ഇതുപോലൊരു ഭർത്താവിനെ ലഭിക്കുക എന്നുള്ളതൊരു ആഗ്രഹമുള്ള ഒരു കാലം തന്നെയായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ദമയന്തിയും. നല്ല സൗന്ദര്യത്തിൽ അതീവ സൗന്ദര്യമാണ്. ദേവതകൾ പോലും നാണിച്ചു നിൽക്കണം ദമയന്തിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ എന്നാണ്. അപ്പം അത്രയും സൗന്ദര്യമുള്ള നല്ല സൽസ്വഭാവമുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ദമയന്തിയും. അപ്പോൾ ഇവർ 2 രാജ്യങ്ങളിലാണെങ്കിലും ഇവർക്ക് മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഇത്രയും കഴിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ 2 പേരും ഒരുമിക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു സങ്കല്പം അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നളൻ ഒരു ദിവസം ഉദ്യാനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 അരയന്യങ്ങളെ കാണുന്നത്. അപ്പോൾ ആ അരയന്യങ്ങളെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ദമയന്തിയോട് അങ്ങയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൽ, ദമയന്തിയുടെ മനസ്സിൽ വേറെ ആരും പ്രതിഷ്ഠ നേടാതെ നളനെ തന്നെ സ്ഥിരപ്രതിഷ്ഠ നേടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയാണ്. അപ്പോൾ ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷമായി. നളനും ഇഷ്ടമാണല്ലോ, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ് ദമയന്തിയെ. അപ്പോൾ ശരിയെന്നൊക്കെ സമ്മതിച്ച് അങ്ങനെ ആ സ്വാൻ പറന്നു പോവുകയും രാജകുമാരിയോട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദമയന്തിക്കും വളരെ സന്തോഷമായി. കാരണം എല്ലാം കൊണ്ടും സർവശ്രേഷ്ഠനാണ് നളൻ. അപ്പം അതുപോലെയുള്ളൊരു ആളെ വിവാഹം ചെയ്യുക എന്ന് പറയുന്നത് ഭാഗ്യമായിട്ട് ദമയന്തിയും കരുതാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ രാജാവ് വിചാരിക്കണം സ്വയംവരം വെക്കാമെന്ന് വിചാരിക്കണം. അപ്പം നാനാഭാഗങ്ങളിൽ നിന്ന് എല്ലാ രാജകുമാരന്മാരും എത്തുകയാണ്. അപ്പോഴാണ് ദേവന്മാർക്കൊരു ഈ ദമയന്തിയുടെ ഈ പാതിവൃത്യത്തിൽ കുറച്ച് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട്, അത്രയും നളനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നോക്കാമെന്ന് വിചാരിച്ച് ദേവന്മാർ വരികയാണ്.
അപ്പോൾ അവരെല്ലാവരും ഉണ്ട്, ഇന്ദ്രനുണ്ട്, വരുണനുണ്ട്, എല്ലാം യമൻ, അങ്ങനെ എല്ലാവരും കൂടെ വരികയാണ്. അങ്ങനെ 4 പേരും കൂടെ വരുന്ന സമയത്ത് നളനെ ആദ്യം കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നളനോട് ആവശ്യപ്പെടുകയാണ്, ഇത്രയും സുന്ദരിയായിട്ടുള്ള ദമയന്തിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ ഒന്ന് ശുപാർശ ചെയ്യണം എന്ന് പറയാണ്. അപ്പം നളന് അല്പം വിഷമമുണ്ട്, എങ്കിലും ദേവന്മാർ പറഞ്ഞല്ലേ തിരസ്കരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ദമയന്തിയോട് ആവശ്യപ്പെടുകയാണ്, ഇതുപോലെ ദേവേന്ദ്രൻ അടക്കം വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ദമയന്തിയെ വിവാഹം ചെയ്യണമെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ദമയന്തി തീർത്തും പറയാനില്ല, ഞാൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ അത് നളനെ മാത്രമായിരിക്കും എന്നൊക്കെ ഉറപ്പിച്ച് പറയാണ്. അപ്പം അങ്ങനെ ആ സ്വയംവര മണ്ഡപം റെഡിയാവുകയാണ്. ഭരണമാലിയായിട്ട് അതീവ സുന്ദരിയായിട്ട് ദമയന്തി എത്തുകയാണ്. അപ്പോൾ ദമയന്തി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല, കാരണം നളന്റെ കഴുത്തിൽ മാലയിടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ വരുന്നത്. പക്ഷെ ആ ഒരു സദസ്സിൽ നോക്കുമ്പോൾ നളനെ പോലെ തന്നെ 5 പേരാണുള്ളത്. അപ്പോൾ ആരാണ് നളൻ, യഥാർത്ഥത്തിൽ നളൻ ഏതാണ് എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ വളരെ വിഷമം തോന്നി. അപ്പം എന്താ ചെയ്യുക, പക്ഷെ അതീവ ബുദ്ധിമതിയായിരുന്നു. അപ്പം നല്ല വണ്ണം ചിന്തിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലക്ഷ്യം എന്നുള്ളത് വളരെ പരമപ്രധാനമാണ്. അപ്പോൾ അവിടെ നളനെ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ എന്നുള്ള ദമയന്തിയുടെ ഉറച്ച വിശ്വാസവും ആ ഈശ്വരാനുഗ്രഹവും, അതാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ശരിക്കും ബുദ്ധി വർക്കാവുക എന്നുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ ദമയന്തിക്ക് നല്ല രീതിയിൽ ഈ 5 പേര് നല്ലോണം നിരീക്ഷിക്കുകയാണ്. അപ്പൊ അതിൽ 2 കാര്യങ്ങളാണ് മനസ്സിലാവാനായിട്ട് സാധിച്ചത്. ദേവന്മാർക്കാണെങ്കിൽ ഈ കണ്ണ് ചിമിട്ടുന്ന കാര്യമില്ല, അപ്പൊ കണ്ണ് ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ്, ആ കൺപോളകള് ചിമിട്ടാതെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നോക്കുമ്പോൾ നളന് മാത്രം, മനുഷ്യന്മാർക്കാണ് അത് സാധിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ദേവന്മാർ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ എന്ന് പറയുന്നത് പാദങ്ങൾ എന്ന് പറയുന്നത് ഭൂമി സ്പർശം ദേവന്മാർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന നളനെ മനസ്സിലാക്കാനായിട്ട് ദമയന്തിക്ക് സാധിക്കുകയും അങ്ങനെ വരണമാല്യം നളന് ഇടുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ സംപ്രീതനായി, ദേവന്മാർക്കും വളരെ സന്തോഷമായി അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ദുസ്സാഹചര്യം വരുമ്പോൾ അതിൽ എന്താണ്, നമുക്ക് ദേഷ്യമാണോ അങ്ങനെയല്ല വരേണ്ടത് അല്ലേ, അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ഈശ്വരാനുഗ്രഹം കൂടെ വേണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ദേവന്മാരുടെ സന്തോഷത്തിന് പ്രീതിയാവുകയും അവർക്ക് ധാരാളം വരങ്ങൾ കൊടുക്കും. അങ്ങനെ യമനൊക്കെ വരം കൊടുക്കുന്നതാണ് നല്ല പാചകക്കാരനാവും, അതിനുള്ള നല്ല കൈപ്പുണ്യം ഉണ്ടാവുന്നത്. നളപാചകം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ദേവന്മാരുടെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ധാരാളം സിദ്ധികളൊക്കെ ലഭിച്ചു. അവർ 2 പേരും വളരെ സന്തോഷത്തോടെ കൂടെ നളന്റെ കൊട്ടാരത്തിലേക്ക് വരികയും അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിക്കുകയൊക്കെ ചെയ്തു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ പോവാണ്. അപ്പോഴാണ് നളന് മോശമായിട്ടുള്ള സമയം, കലി വരാനായിട്ട് തുടങ്ങാണ്. കലിയുടെ ആരംഭം നളന് വരുമ്പോൾ എന്താണ് സംഭവിക്കുക, അപ്പോൾ കലി റെഡി ആയിട്ടിരിക്കുകയാണ്, എങ്ങനെയാ നളനെ പിടിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ, മുത്തശ്ശിമാരൊക്കെ നമ്മൾ കാല് കഴുകുമ്പോൾ, കാലൊക്കെ വൃത്തിയായിട്ട് കഴുകുമ്പോൾ എവിടെ കഴുകണം, കുതിയും കാല് കഴുകണം എന്നുള്ളത് അല്ലേ, കാലിൻ്റെ പാദത്തിൻ്റെ ബാക്ക് സൈഡ് കഴുകണം എന്ന് പറയും. അപ്പോൾ നളൻ ഒരു ദിവസം അത് കഴുകാതിരുന്നപ്പോൾ കലി ഉള്ളിലേക്ക് കയറിയെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു മോശ സമയം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ ചൂതുകളി എന്നുള്ളത്. അപ്പോൾ അതിലും എൻഗേജ്ഡ് ആവണ ഒരു സമയം. ഈ 2 കാര്യങ്ങൾ നടന്നപ്പോഴാണ് കലി ഉള്ളിലേക്ക്, നളനുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണോ, നല്ലൊരു രാജാവാണ്, എല്ലാ ശ്രേഷ്ഠമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു, കലി ഉള്ളിലേക്ക് വന്നപ്പോൾ എല്ലാം മാറി അല്ലേ. ഇപ്പോൾ ചൂതാട്ടത്തിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയും തൻ്റെ തന്നെ അനിയനായിട്ടുള്ള പുഷ്കരനുമായിട്ട് ചൂതാട്ടം വെച്ച് എല്ലാ സാധനങ്ങളും ഓരോ, നമ്മൾ മഹാഭാരതത്തിൽ യുധിഷ്ഠിരന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതുപോലെ ഓരോ സാധനങ്ങളായി പണയം വെച്ച് എല്ലാം തന്നെ കൊട്ടാരവും സർവ്വസ്വത്തും നളന് നഷ്ടപ്പെടുകയാണ്. പിന്നെ ആകെ ഉള്ളത് ദമയന്തി മാത്രമാണ്. അപ്പോൾ ദമയന്തിക്ക് മനസ്സിലാവാൻ തുടങ്ങി ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് നളന് സാധിക്കുന്നില്ല. അപ്പോൾ വേഗം ഒരു പരിചാരകനെ വിളിച്ചുകൊണ്ട് ദമയന്തി പറയും, 2 മക്കളെയും അച്ഛൻ്റെ അടുത്തേക്ക് വിദർഭയിലേക്ക് അയച്ചോളൂ, നിങ്ങളും അവിടെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഇരുന്നോളൂ, ഇനി ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് വരുന്നത് എന്ന് ദമയന്തി പറയാണ്. അങ്ങനെ 2 കുട്ടികളെയും കൊണ്ട് ആ സേനാധിപതി വിദർഭ രാജ്യത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യണ ഒരു സമയമാണ് വരുന്നത് എന്നുള്ളത് ദമയന്തിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കുന്ന രീതിയിൽ നളൻ അതിൽ നിന്ന് പിന്മാറിയില്ല. അങ്ങനെ സർവ്വസ്വത്തുക്കളും നഷ്ടപ്പെട്ടു. അപ്പോൾ രാജാവ് പുഷ്കരൻ എന്തു പറയുകയാണ്, ഇവർക്ക് ഒരു ഭക്ഷണമോ ഒരു വെള്ളം പോലും ആരും കൊടുക്കരുത് ഈ രാജ്യത്തിൽ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവരെ ഈ രാജ്യത്തിൽ നിന്ന് പറഞ്ഞയക്കും എന്ന് പറയുന്നത്. അപ്പോൾ തീർത്തും എന്തായി, ആ സ്ഥലത്ത് തന്നെ, ആ രാജ്യത്ത് തന്നെ നിൽക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടോടുകൂടെ, വളരെ വിഷമത്തോടുകൂടെ നളനും ദമയന്തിയും പോവാണ്. അങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാട്ടിലേക്കുള്ള യാത്രയാണ്. പ്രത്യേകിച്ച്
അപ്പോൾ അവിടെ ഒരു പക്ഷിയെ കാണും. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആകെ ഒരു മാലയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് സ്വർണ്ണ പക്ഷിയാണ്. അപ്പോൾ ആ സ്വർണ്ണ പക്ഷിയെ കണ്ടപ്പോൾ എന്ത് വിചാരിച്ചു, ആ മാല ഒന്ന് എറിഞ്ഞ് ആ പക്ഷിയെ വീഴ്ത്തിയിട്ട് അതിൻ്റെ സ്വർണ്ണമയമാണല്ലോ, അപ്പോൾ ആ തൂവലൊക്കെ വിറ്റ് വിൽക്കുകയും ചെയ്യാം, അതിൽ നിന്ന് കുറച്ച് പണം സമ്പാദിക്കുകയും ചെയ്യാം, അതിനെ ഭക്ഷിക്കുകയും ചെയ്യാം. അത്രയും വിശപ്പും ദാഹമൊക്കെ ആയി. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ പക്ഷിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. ആ പക്ഷി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ മാലയും കൂടെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ആ പക്ഷി പറയണത്, ഇത്രയും മണ്ടത്തരമാണ് ചെയ്യണത്, ആ മാല വിറ്റാലെങ്കിലും കുറച്ച് ദിവസത്തേക്ക് കഴിയാനുള്ള ഒരു വകയുണ്ടായിരുന്നു, അപ്പൊ അതിനുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ എന്നുള്ളത്. അതാണ് കലി ബാധിക്കുക. അതുപോലെ നമ്മൾ കലി എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇതുപോലെയുള്ള അഷ്ടമശനി, ഏഴരശനിയാണ്. അപ്പൊ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ശരിയായിട്ട് വർക്ക് ചെയ്യാത്തൊരു സമയമാണ്. അപ്പൊ നമ്മുടെ കഷ്ടകാലം വരുമ്പോഴും നമുക്കൊന്നും കറക്റ്റായിട്ട് കണക്ട് ആവില്ല. അതുകൊണ്ടാണ് നളൻ ഇത്രയും അപകടങ്ങളിലൂടെയൊക്കെ പോവേണ്ടി വന്നത്. അപ്പൊ യാത്ര മധ്യേ വിദർഭയിലേക്കുള്ള പ്ലേസ് കാണിച്ചു കൊടുക്കണം. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ദമയന്തിയുടെ വീട്ടിലെത്താം, സുഖമായിട്ട് അച്ഛനോട് കൂടെ താമസിച്ചോളൂ, എനിക്കെന്തോ സമയം ശരിയില്ല, അതുകൊണ്ട് നല്ല ഡിസിഷനൊന്നും എടുക്കാനായിട്ട് കഴിയണില്ല, എന്നെ വിട്ടുപോയിക്കോളൂ എന്ന് പറയും. പക്ഷെ പതിവ്രതയാണ് അല്ലേ ദമയന്തി. അപ്പോൾ ദമയന്തി അതിന് കൂട്ടാക്കില്ല. അപ്പോൾ അവർ പറയും, ദമയന്തി പറയും, പോവാം, നമുക്ക് 2 പേർക്കും പോവാം, അച്ഛൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. പക്ഷെ ഇത്രയും പ്രൗഢമായിട്ടുള്ള ഒരു രാജാവിന് ഒരിക്കലും സാധിക്കില്ല അല്ലേ. എല്ലാം നഷ്ടപ്പെട്ട് ഭാര്യയുടെ വീട്ടിലേക്ക് പോവാന്നുള്ളത് തീർത്തും അപമാനകരമാണെന്ന് നളന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നളനത് വിസമ്മതിച്ചു. അങ്ങനെ ദമയന്തിയും നളനും കൂടെ കാട്ടിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ നളന് വളരെ കുറ്റബോധം കൂടി വരികയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ആരുമില്ലാത്തൊരു ചെറിയൊരു പർണശാല കണ്ടു. അപ്പോൾ അതിൽ രാത്രി ഉറങ്ങാൻ കിടന്ന ദമയന്തിയുടെ കാലിൽ തൊട്ട് വന്നിച്ചിട്ട്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ കൂടെ നീ വരികയാണെങ്കിൽ ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിനക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അതുകൊണ്ട് നിന്നെ വിട്ടിട്ട് ഞാൻ വനാന്തരങ്ങളുടെ ഉള്ളിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ക്ഷമാപണമൊക്കെ ദമയന്തി ഉറങ്ങണ സമയത്ത് പറഞ്ഞിട്ട് നളൻ അവിടെ നിന്ന് പോവാണ്. രാവിലെ സാധാരണ രീതിയിൽ എണീറ്റ് നോക്കുന്ന ദമയന്തി ആകെ വിഷമായി, എവിടെയാണ് നളൻ എന്നുള്ളത് അറിയണില്ല. അപ്പം നളൻ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള വിഷമത്തിലാണ് എല്ലാവരുടെയും തെരഞ്ഞു നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പം പിന്നെ അതിന് മാത്രമല്ല, ഒരു മലമ്പാമ്പ് ദമയന്തിയെ വിഴുങ്ങാനായിട്ട് റെഡിയായിട്ടിരിക്കുന്നു. അപ്പോൾ വളരെ ഭയപ്പെട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു വേടൻ വന്ന് ആ മലമ്പാമ്പിനെ വധിച്ച് ദമയന്തി അതിൽ നിന്ന് രക്ഷിക്കും. പക്ഷെ ആ വേടൻ്റെ ആഗ്രഹം എന്തായിരുന്നു, എന്നെ വിവാഹം ചെയ്യണം എന്നുള്ളത്. അത് സമ്മതിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല അല്ലെ. ഒരു പതിവ്രതയ്ക്ക് തീർത്തും നളൻ അല്ലാതെ വേറെ ആരെയും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ദമയന്തി സമ്മതിക്കില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും വേടനോട് പറഞ്ഞു. പക്ഷെ വേടൻ അതിബലവാനായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫലാക്രമണം ചെയ്യാൻ നിന്നപ്പോൾ ആ പാതിവൃത്യത്തിന്റെ ശക്തിയിൽ ആ വേടനെ ദമയന്തി ഭസ്മമാക്കി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ദമയന്തി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടം ആനകളും പാപ്പാന്മാരും കാണും. അപ്പോൾ പാപ്പാന്മാർ വിചാരിക്കും, ഈ ഇത്രയും സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല അല്ലെ, വല്ല ദേവതമാരായിരിക്കും. അപ്പോൾ ആ സൗന്ദര്യ ഭ്രമത്തിൽ വല്ലാതെ ഇതായിട്ട് അവർ പറയും, ആരാണ്, ഞങ്ങൾക്ക് ഭയമാകുന്നു, നിങ്ങൾ ഏത് ദേവതയാണ്, യക്ഷിണികൾ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, ഞാൻ സാധാരണ മനുഷ്യ സ്ത്രീ തന്നെയാണ്, ഞാനൊരു രാജകുമാരിയാണ് എന്ന് പറഞ്ഞ് ആ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ അവരുടെ കൂടെ നാട്ടിലേക്ക് എത്താനുള്ള മാർഗം കാണിച്ചിരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷെ എന്ത് സംഭവിക്കണമെന്ന് പറയുമ്പോൾ വേറൊരു കൂട്ടം ആനകൾ വന്ന് ആക്രമിച്ച് ഇവരിൽ കുറച്ചു പേർക്ക് അപകടം ഉണ്ടായി. അപ്പൊ അവര് വിചാരിക്കണം, ആ ആനപ്പാപ്പന്മാർ വിചാരിക്കണം, ഈ സ്ത്രീയെ കൂടെ കൊണ്ടുപോയത് കൊണ്ടാണ് നമ്മളിൽ കുറച്ചു പേർക്ക് മരണം സംഭവിച്ചത്, അതുകൊണ്ട് ഇനി ഇവരെ കൂട്ടരുത് എന്ന് പറഞ്ഞവര് അങ്ങനെ ദമയന്തി അവരിൽ നിന്ന് അകറ്റും. എങ്കിലും ദമയന്തി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓരോ മരങ്ങളിലൊക്കെ ഒളിഞ്ഞു നിന്ന് അവരുടെ യാത്രകൾ പിന്തുടർന്ന് അവരെവിടേക്കാണോ പോണത് അതുപോലെ പോവാന്ന് വിചാരിക്കുകയും അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അവിടെ പോയിട്ട് ഒരു സെർവൻ്റ് ആയിട്ടെങ്കിലും ജോലി ചെയ്യാവുന്ന ഒരു കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള രാജാവിന്റെ അമ്മ 2 കൈ നീട്ടിയിട്ട് ദമയന്തിയെ സ്വീകരിക്കും. എൻ്റെ മകളായിട്ട് തന്നെ നീ വളർന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ദമയന്തിയുടെ ജീവിതം എന്ന് പറയുന്നത് കൊട്ടാരത്തിലുള്ള ജീവിതമായിരുന്നു. പിന്നീട് അങ്ങോട്ട് വിദർഭ രാജാവ് തൻ്റെ മകളെ അന്വേഷിച്ചുകൊണ്ട് നാനാഭാഗത്തും ആൾക്കാരെ വിട്ടിരുന്നു. അങ്ങനെ ഈ രാജ്യത്തിൽ നിന്ന് ദമയന്തിയെ തിരിച്ചും ദമയന്തിയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ സമയമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു നളൻ. അങ്ങനെ നളൻ ഒരു ദിവസം വളരെ ക്ഷീണിതനായിട്ട് കാട്ടിലൂടെ നടക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ ശബ്ദം ആരുടെയാണെന്ന് നോക്കുമ്പോൾ കാർക്കോടകൻ എന്ന് പറയുന്ന ഒരു സർപ്പം അഗ്നിക്കിരയാവുകയാണ്. ഇപ്പോൾ ഒരു നാരദന്റെ ശാപമോ എന്തോ ആയിട്ട് അവിടെ അപകട സ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു.
അപ്പൊ നളൻ അത് അവർ പറഞ്ഞ പോലെ കാർക്കോടകൻ എന്നുള്ള ആ സർപ്പം പറഞ്ഞതുപോലെ അവരെ ആ അഗ്നിയിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ കാർക്കോടകൻ എന്ത് ചെയ്യും? ഒന്ന് ദംശിച്ചു. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നളന്റെ രൂപം മൊത്തം വികൃതമായിട്ട് മാറുകയാണ്. അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിനക്ക് നല്ലതാണ്. ഇങ്ങനെ ഒരു മാറ്റം ഈ ഒരു സമയത്ത് അനിവാര്യമാണ്. കുറച്ചു കാലം നീ ഇതുപോലെ നടന്നുകൊണ്ട് അടുത്തുള്ള അയോധ്യയിലേക്ക് പോവുകയും അവിടെയുള്ള രാജാവിൻ്റെ അടുത്ത് ഒരു സേവനം അനുഷ്ഠിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നിനക്ക് ഈ രൂപം മാറ്റിക്കൊണ്ട് സാധാരണ നിന്റെ ആ സുന്ദര രൂപം നമുക്ക് ആവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹവും കൊടുത്തുകൊണ്ട് കാർക്കോടകൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അപ്പൊ ആ കാർക്കോടകന്റെ ശാപത്തിൽ നിന്ന് നളൻ രക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ കാർക്കോടകൻ പറഞ്ഞതുപോലെ അയോധ്യ രാജ്യത്ത് എത്തുകയും അവിടെ രാജാവിനെ കണ്ട്, അപ്പൊ നല്ല ഹോഴ്സ് റൈഡർ ആണ്, ആർച്ചറിയിലൊക്കെ എക്സ്പേർട്ടാണ് അല്ലേ, പിന്നെ നളപാചകം എന്നുണ്ട്, അപ്പൊ പാചകത്തിലും എക്സ്പേർട്ടാണ്. അപ്പൊ ഒരു ജോലി, ഇത്രയും കഴിവുള്ള ഒരാൾക്ക് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണോ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുട്ടികളാണെങ്കിലും ഒരു 2-3 കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ജോലിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതില്ലെങ്കിലും മറ്റേത് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വരും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നളന് ഒരു ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നില്ല. സൈനാധിപതിയായിട്ട് ഈ ഹോസിന്റെയൊക്കെ സൈനാധിപതിയായിട്ട് തന്നെ രാജാവ് നിയമിച്ചു. അങ്ങനെ ആ ഒരു വികൃത വേഷത്തിൽ കുറച്ചു കാലം താമസിക്കേണ്ടി വന്നു. അങ്ങനെ ദമയന്തി ആഗ്രഹിക്കുകയാണ് നളനെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷെ അതീവ ബുദ്ധിമതിയായല്ലോ. അപ്പോൾ രണ്ടാമതൊരു സ്വയംവരത്തിന് ദമയന്തി റെഡിയാവാണ്. അങ്ങനെ ആവുമ്പോൾ നാനാ രാജ്യങ്ങളിൽ നിന്ന് രാജകുമാരന്മാര് വരും. അപ്പൊ അതില് വളരെ കുറച്ച് സമയമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ ദൂരദേശങ്ങളിൽ നിന്ന് വരാൻ കഴിവുള്ളവർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ കുതിര റൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് അത്രയും ആ ഒരു ലിമിറ്റഡ് ദിവസത്തിനുള്ളിൽ കൊട്ടാരത്തിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് ആരെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നളനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നൊരു ഉള്ളിലൊരു ഇച്ഛ വരികയാണ്. അങ്ങനെ അതുപോലെ തന്നെ രണ്ടാമത് ദമയന്തി ഒരു വിവാഹത്തിനായിട്ട് അതുപോലെ തന്നെ സ്വയംവരത്തിനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ദമയന്തി ആഗ്രഹിച്ചതുപോലെ തന്നെ ആ രാജകുമാരൻ, അയോധ്യയിലെ രാജകുമാരന്റെ കൂടെ വന്ന സൈന്യാധിപൻ എന്ന് പറയുന്നത് നളനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നളൻ അതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക്, ദമയന്തിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാൻ നളന് സാധിച്ചു. ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ ദമയന്തിക്ക് നളനെ തിരിച്ചറിഞ്ഞു. ആ വൈകൃത രൂപമാണെങ്കിലും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ആ പാതിവൃത്യത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാമത് വർണ്ണമാല്യം ദമയന്തി നളൻ അണിയുകയും സാരൂപ്യത്തിലേക്ക്, ആ സുന്ദര രൂപത്തിലേക്ക് നളനെ തിരിച്ചു വരാനും സാധിച്ചു. പിന്നീട് അവർ ധാരാളം വർഷം വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചു. ഇതാണ് നളദമയന്തി കഥ. അപ്പൊ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ കലി ബാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ശനി വരണതും. അഷ്ടമശനി ആയിക്കോട്ടെ, അഷ്ടമശനിയാണ് കൂടുതൽ ദുരിതങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരിക. അതുപോലെ തന്നെ ഏഴരശനിയിൽ ആ ജന്മശനി എന്ന് പറയുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നതും നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തെറ്റായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പൊ എന്താണ് ഇതിനുള്ളൊരു പരിഹാരം എന്നുള്ളതാണ്. കാഞ്ചി മഹാപെരിയവ അവരുടെ വാക്കുകളാണ് ഈ ശ്ലോകം. അഷ്ടമശനി ജന്മശനി ഉള്ള സമയത്ത് നമ്മൾ 3 തവണ രാവിലെ ജപിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് തീർത്തും ആശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ ശ്ലോകത്തിലോട്ട് കാർക്കോടകസ്യ നാഗസ്യ ദമയന്ത്യ നളസ്യ ച ഋതുപർണസ്യ രാജർഷേ കീർത്തനം കലിനാശനം. അപ്പൊ അഷ്ടമശനി ഉള്ളവര് ഈ ഒരു ശ്ലോകം ദിവസവും 3 തവണ നല്ല രീതിയിൽ ജപിക്കുക. അങ്ങനെ കലിയിൽ നിന്ന് അല്ലെങ്കിൽ ശനിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.